ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു പെപ്പർ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസും എല്ലില്ലാത്ത കഷ്ണങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഒരുപാട് വലിയ പീസ് ചേർക്കരുത്, ഇച്ചിരി ചെറുതായിരുന്നെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതുപോലെ കഴുകി 1/2 കിലോ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഇനി വേണ്ടത് നമ്മുടെ ഈ ചിക്കൻ ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ കുറഞ്ഞതൊരു 15 മിനിറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയാവും. 30 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം. എന്നാൽ ശരി, ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. നമ്മുടെ ചിക്കനെല്ലാം മാരിനേറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ടം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 7 ഞാൻ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകിനോടൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിറയെ മുഴുവൻ മല്ലിയും കൂടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ എല്ലാം സ്പൈസസ് ആയിട്ട് ചേർത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും കൂടി. അപ്പോൾ ഈ കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരുംജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മസാലകളെല്ലാം ഇതുപോലെ ചെറിയ തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരല്പം ഒരു 2 പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 4 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 3 പീസ് അളവിൽ വഴനയിലയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. അത്യാവശ്യം ഇതുപോലെ ഇച്ചിരി വലിയൊരു കടായിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കാനും അത് നല്ല കാരണം ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ നമ്മൾ എണ്ണയൊക്കെ ചേർത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പാകത്തിലുള്ള ഒരു കടായിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലെയിമെല്ലാം ഈ സമയത്ത് നമുക്ക് ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാടി തുടങ്ങും. ഒരു 2 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങുകയാണ്. ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മളിതിപ്പോൾ ഇതെല്ലാം വഴറ്റി കൊടുക്കുന്ന സമയത്തും ഫ്ലെയിം ഒന്ന് ഹൈയിലാണ് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു അടച്ച് വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടച്ചു വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ചിക്കനിൽ നിന്ന് ധാരാളം വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഒരു 8 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്.
ഇതായി ഇപ്പോൾ നമ്മുടെ ഈ ചിക്കനെല്ലാം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 2 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചിക്കനിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം എല്ലാം വരും കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. അതായത് എക്സ്ട്രാ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. അതിൻ്റെ പേരിലാണ്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊന്ന് മസാലക്കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം ഈ സമയം മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വേണം വെക്കാനായിട്ട്. മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരുപാട് ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. മസാലയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞതൊരു 10 മിനിറ്റ് നമ്മളിതിങ്ങനെ ഒന്ന് വെച്ചിരിക്കണം. ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുത്തേക്കണം. ആ ഒരു സമയം കൊണ്ട് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ടാവും. നമ്മുടെ പെപ്പർ ചിക്കൻ ഫ്രൈയും നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഒന്നിരിക്കട്ടെ. അടച്ചു വെച്ചിരിക്കണം, അത് മറക്കരുത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നമ്മുടെ പെപ്പർ ചിക്കൻ ഫ്രൈ എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. കൂടുതലിട്ട് ഇളക്കാൻ വേണ്ടി നിൽക്കണ്ട. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇത്രയും സമയമായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളകാണ് കേട്ടോ. ഒരു 3-4 പച്ചമുളക് നമ്മുടെ ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ ലാസ്റ്റിൽ. അപ്പോൾ ഇനി വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. നാരങ്ങ നീര് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണേ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതെല്ലാം ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എത്രത്തോളം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റിയാണ് ഇത് കഴിക്കാനും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ എല്ലാം ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിലേക്ക് ഇട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമാണ് കേട്ടോ. ആ ടേസ്റ്റേ അല്ല ഇത്. നമ്മളിത് വേറൊരു രീതിക്കാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എണ്ണയെ ആവശ്യമായിട്ടുള്ളൂ. ഉറപ്പായിട്ടും ഇതുപോലെ ഒരു പെപ്പർ ചിക്കൻ ഫ്രൈ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്ത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വീട്ടിലുള്ളവർക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കൂ. അവർക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.